വിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ഇത്രത്തോളം സവിശേഷതകൾ നിറഞ്ഞ സ്വർഗസമാനമായ ലോകം നമ്മുടെ ഭൂമി മാത്രമായിരിക്കുമോ? ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ മാത്രമായിരിക്കുമോ? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. സൗരയൂഥത്തിനകത്തും പുറത്തുള്ള മറ്റു പല നക്ഷത്ര സമൂഹങ്ങളിലും അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് നമ്മളതിനുള്ള പരിശ്രമങ്ങൾ ഇന്നും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി നാളിതുവരെ 5500-ലും അധികം എക്സോ പ്ലാനറ്റുകൾ അഥവാ അന്യഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഭൂമിയെപ്പോലുള്ള മറ്റു ലോകങ്ങൾ ഉണ്ടാകുമോ? ഭൂമിയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ജലത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ള ജീവൻ നിലനിൽക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള K2 18b എന്ന പുതിയൊരു ഭൂമിയെ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ പുതിയ ഭൂമിയിലെ അത്ഭുത കാഴ്ചകളാണ്. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ആകെ 5523 അന്യഗ്രഹങ്ങളെയാണ്. അവയിൽ പലതും നമ്മുടെ സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളെക്കാൾ തികച്ചും വ്യത്യസ്തവും വിചിത്രവുമാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രത്തോളം വലിപ്പമുള്ള വാതക ഭീമൻ ഗ്രഹങ്ങളും സൂപ്പർ എർത്ത് ഗ്രഹങ്ങളും. അതായത് നമ്മുടെ വ്യാഴം ഗ്രഹത്തെ പോലെ തന്നെ വാതകം നിറഞ്ഞു കിടക്കുന്ന വ്യാഴത്തേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള വാതക ഭീമൻ ഗ്രഹങ്ങളും ഭൂമിയെപ്പോലെ കരഭാഗമുള്ളതും എന്നാൽ ഭൂമിയുടെ 10 മടങ്ങ് വലിപ്പമുള്ളതുമായ ഗ്രഹങ്ങളും. ഇവയിൽ പലതും നക്ഷത്രങ്ങൾക്ക് തൊട്ടടുത്തും ഒരുപാട് അകലെയും സ്ഥിതി ചെയ്യുന്നതാണ്. നക്ഷത്രങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഉപരിതലം എന്നത് 1000 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ചൂടിൽ ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. എല്ലാ ഗ്രഹങ്ങൾക്കും നമ്മെപ്പോലെ ഒരു നക്ഷത്രം മാത്രമല്ല ഉള്ളത്. ചില ഗ്രഹങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങളുമുണ്ട്. നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹങ്ങളിൽ കൂടുതലും തന്നെ നക്ഷത്രങ്ങളോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. പുതിയൊരു ഭൂമി അഥവാ ഭൂമിയെപ്പോലൊരു ഗ്രഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന റോക്കി പ്ലാനറ്റുകൾ എന്നാണ്. റോക്കി പ്ലാനറ്റുകൾ എന്നാൽ പാറകളും ലോഹങ്ങളും നിറഞ്ഞ ഭൂമിയെപ്പോലെ കരഭാഗമുള്ള ഗ്രഹങ്ങളാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങളാണ് റോക്കി പ്ലാനറ്റ്സുകൾ. ഈ ഹാബിറ്റബിൾ മേഖല എന്നാൽ നക്ഷത്രത്തിൽ നിന്നും തൊട്ടടുത്തോ ഒരുപാട് അകലെയോ അല്ലാതെ ഒരു പ്രത്യേക പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിലെ ജലം ദ്രാവക രൂപത്തിലാകാനുള്ള സാധ്യതകളാണ് ഏറെയുള്ളത്. അതായത് ആ ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായ ധാരാളം എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയ്ക്കുള്ളിലെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം കണ്ടെത്തിയത്. നാളിതുവരെ 5523ഓളം അന്യഗ്രഹങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇവയിൽ പകുതിയിൽ കൂടുതൽ ഗ്രഹങ്ങളും കണ്ടെത്തിയത് എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രം 2009 വിക്ഷേപിച്ച കെപ്ലർ സ്പേസ് ടെലസ്കോപ്പാണ്. നമ്മിൽ നിന്നും ഒരുപാട് പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഈ അന്യഗ്രഹങ്ങളെയെല്ലാം നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടെത്തിയത്? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകളിൽ ഒന്നാണ് ട്രാൻസിറ്റ് മെത്തേഡ്. അതായത് മാസങ്ങളോ വർഷങ്ങളോ ഒരു നക്ഷത്രത്തെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ മങ്ങിപ്പോകുന്നതായി കാണുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഗ്രഹം അതിനെ ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നാണ്. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് ആ ഗ്രഹത്തിൻ്റെ സ്ഥാനവും ഗ്രഹത്തിൻ്റെ വലിപ്പവും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. വലിയ തോതിൽ പ്രകാശം മങ്ങുന്നതാണ് കാണുന്നത് എങ്കിൽ ആ ഗ്രഹം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മങ്ങൽ വളരെ പെട്ടെന്ന് മാറുകയാണ് എങ്കിൽ ആ ഗ്രഹം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്താണ് എന്നും മനസ്സിലാക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് കൂടുതൽ എക്സോ പ്ലാനറ്റുകളെയും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും. ഒരു അന്യഗ്രഹത്തെ നമ്മുടെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? ഒരു എക്സോ പ്ലാനറ്റിനെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. മറ്റു ഗ്രഹങ്ങളെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുവാൻ ഉപയോഗിക്കുന്ന അളവ് എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് എന്ന ESI ആണ്. 0 മുതൽ 1 വരെയുള്ള ESI സ്കെയിലുണ്ട്. ഒരു ഗ്രഹത്തിന് ഈ സ്കെയിലിലെ ആദ്യത്തെ പോയിന്റുകളാണ് എങ്കിൽ ആ ഗ്രഹം ഭൂമിയുമായി യാതൊരു സാമ്യവും ഉണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. എന്നാൽ അവസാനത്തെ പോയിന്റുകളാണ് ലഭിക്കുന്നത് എങ്കിൽ ആ ഗ്രഹം ഭൂമിയുമായി സമാനതയുള്ള ഗ്രഹമായിരിക്കും. ഗ്രഹത്തിൻ്റെ വലിപ്പം, സാന്ദ്രത, ഉപരിതലത്തിൻ്റെ താപനില,
നക്ഷത്രത്തിൽ നിന്നും ഗ്രഹത്തിന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ്, ഇത്രയും സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു എക്സോ പ്ലാനറ്റിന് ESI നിശ്ചയിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഗുരുത്വാകർഷണ ബലം, മാസ്, അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ, ഉപരിതലത്തിലോ അന്തരീക്ഷത്തിലോ ഉള്ള ജലത്തിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ ESIയുടെ അടിസ്ഥാനത്തിൽ എക്സോ പ്ലാനറ്റുകളെല്ലാം പ്രധാനമായും 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ESI പോയിൻ്റ് 1 മുതൽ പോയിൻ്റ് 5 വരെയുള്ള ഗ്രഹങ്ങൾ, വാതക ഭീമന്മാർ, തണുത്തുറഞ്ഞ ഗ്രഹങ്ങൾ, ചുട്ടുപഴുത്ത പ്രതലമുള്ള ഗ്രഹങ്ങൾ, അതായത് ഭൂമിയുടെ അവസ്ഥയുമായി യാതൊരു തരത്തിലും സാമ്യമില്ലാത്ത ഗ്രഹങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ നോക്കുകയാണ് എങ്കിൽ ഭൂരിഭാഗം ഗ്രഹങ്ങളും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ്. രണ്ടാമത്തെ വിഭാഗം പോയിൻ്റ് 5 മുതൽ പോയിൻ്റ് 7 വരെ ESI ഉള്ള ഗ്രഹങ്ങളാണ്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഖരരൂപത്തിൽ ഉപരിതലമുള്ള റോക്കി പ്ലാനറ്റ്സുകളോ സമുദ്രം നിറഞ്ഞു കിടക്കുന്ന ഓഷ്യൻ വേൾഡോ ആയിരിക്കാം. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഒരുപക്ഷെ ഭൂമിയുമായി സമാനതയുണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ അയൽക്കാരനായ ചൊവ്വ ഗ്രഹം ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. പോയിൻ്റ് 7 ആണ് ചൊവ്വയുടെ ESI. അടുത്തത് പോയിൻ്റ് 7 മുകളിൽ ESI ഉള്ള ഗ്രഹങ്ങളാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ ഉപരിതലത്തിലെ സവിശേഷതകൾ ഭൂമിക്ക് സമാനമായിരിക്കും. 2015 കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും ഏകദേശം 124 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ ഗ്രഹത്തെ കണ്ടെത്തി. K2-18b എന്നാണ് ആ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ നാളു മുതലേ ശാസ്ത്രലോകം നിരന്തരം ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പാണ്. ഇതിലൂടെ കണ്ടെത്തിയ പുതിയ കാര്യങ്ങളെല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയുമാണ്. ഭൂമിയിലെ ജീവന്റെ പ്രധാന ഘടകമായ മീഥെയ്നെ കണ്ടെത്തി. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തി. സമുദ്രത്തിലെ ജീവജാലങ്ങൾ കാരണം ഭൂമിയിലുണ്ടാകുന്ന ഡൈമീഥെയ്ൻ സൾഫൈഡിനെ വരെ കണ്ടെത്തി. ഈ ഗ്രഹത്തിൻ്റെ എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI വാല്യൂ എന്നത് 0.73 ആണ്. അതായത് K2-18b എന്ന ഗ്രഹം 73% ഭൂമിയോട് സമാനമാണ്. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും 124 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള K2-18 എന്ന ഒരു റെഡ് ഡ്വാർഫ് അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രത്തിൻ്റെ സമീപത്താണ്. പ്രപഞ്ചത്തിലെ മറ്റു നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പവും മാസും പ്രകാശ തീവ്രതയും താപനിലയും എല്ലാം വളരെ കുറഞ്ഞ നക്ഷത്രങ്ങളാണ് ഈ റെഡ് ഡ്വാർഫുകൾ. നമ്മുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ K2-18 സൂര്യൻ്റെ പകുതി വലിപ്പവും മാസും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ശരാശരി താപനില 3000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 40,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഗാലക്സിക്കുള്ളിലെ ഏറ്റവും കൂടുതലുള്ളത് ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. K2-18 എന്ന ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 2 ഗ്രഹങ്ങളെയാണ് നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. K2-18b, K2-18c എന്നിങ്ങനെയാണ് അവയ്ക്ക് നൽകിയിരിക്കുന്ന പേരുകൾ. ഈ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് K2-18b എന്ന ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ പോലെ ജലം ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതകൾ ആ ഗ്രഹത്തിൽ ഏറെയാണ്. റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ താപനില വളരെ കുറവായതുകൊണ്ട് തന്നെ അവയ്ക്ക് ചുറ്റിലുമുള്ള ഹാബിറ്റബിൾ ഏരിയ നക്ഷത്രത്തിൻ്റെ സമീപത്ത് തന്നെയായിരിക്കും. K2-18b എന്ന ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 0.14 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരത്തിൻ്റെ 1/10 ദൂരം മാത്രം. എന്നാൽ നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മറ്റ് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് ചുറ്റിലുമുള്ള ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവയെക്കാളുമെല്ലാം അകലത്തിലൂടെയാണ് K2-18b നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹം തൻ്റെ നക്ഷത്രത്തെ ഒരു തവണ വലം വെച്ച് തീർക്കുന്നത് 33 ദിവസങ്ങൾ കൊണ്ടാണ്. അതായത് K2-18b എന്ന ഗ്രഹത്തിൻ്റെ ഒരു വർഷം എന്നത് 33 ദിവസങ്ങൾ മാത്രമാണ്. വലിപ്പം വെച്ച് നോക്കുമ്പോൾ K2-18b എന്ന ഗ്രഹം ഭൂമിയേക്കാളും ഒരുപാട് വലിപ്പം കൂടിയ ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാണ്. അതായത് ഭൂമിയുടെ 9 ഇരട്ടി മാസവും 3 മടങ്ങ് വലിപ്പവും. കണ്ടെത്തിയ അന്നു മുതലേ ജീവന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ഈ ഗ്രഹത്തെ ശാസ്ത്രലോകം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി 2019 ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ നിന്നും ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വലിയ തോതിൽ ജലമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. അതായത് സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ ജലം. പിന്നീട് നടത്തിയ നിരീക്ഷണങ്ങളിൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൂടിയ അളവിൽ ഹൈഡ്രജൻ ഉണ്ടെന്നും കണ്ടെത്തി. ഈ ഗ്രഹത്തിന് ഹൈഡ്രജനാൽ നിർമ്മിതമായ കട്ടി കൂടിയ അന്തരീക്ഷമാണുള്ളത്.
ഭൂമിയുടെ 9 മടങ്ങ് മാസമുള്ള K2-18b എന്ന ഈ ഗ്രഹത്തിൻ്റെ മുഴുവൻ മാസിൻ്റെ 6% അതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മാത്രം മാസാണ്. ഗ്രഹത്തിൻ്റെ സാന്ദ്രതയും ഗ്രഹത്തിലുള്ള ജലത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും അളവ് വെച്ചും ശാസ്ത്രജ്ഞന്മാർ K2-18b എന്ന ഗ്രഹത്തെ ഭൂമി പോലുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റുകൾക്കും വ്യാഴം പോലുള്ള ഗ്യാസ് ജെയിൻ്റ് പ്ലാനറ്റുകൾക്കും ഇടയിലുള്ള മറ്റൊരു പ്രത്യേക വിഭാഗം ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വിഭാഗം ഗ്രഹങ്ങളെ വിളിക്കുന്നത് ഹൈഷീൻ പ്ലാനറ്റ്സ് എന്നാണ്. ഹൈഷീൻ പ്ലാനറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ അമിതമായ തോതിൽ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ടാകും. കൂടാതെ ഗ്രഹത്തിൽ ധാരാളമായി ജലം നിറഞ്ഞു കിടക്കുന്ന സമുദ്രങ്ങളും ഉണ്ടാകും. ഈ ഗ്രഹത്തിലുള്ള ജലം മുഴുവൻ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുന്നത്. അതായത് ഉയർന്ന സമ്മർദ്ദവും താപനിലയും മൂലം ജലം നീരാവി പോലെയാകും. ഈ കഴിഞ്ഞ മാസം ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിൽ ഈ ഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഈ ഗ്രഹത്തിൽ ചിത്രീകരിച്ച സ്പെക്ട്രോസ്കോപ്പിക് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഈ ഗ്രഹത്തിൽ ജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കണ്ടെത്തലുകൾ നടത്തി. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണമായ മീഥെയിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സാന്നിധ്യം കണ്ടെത്തി. ഹരിതഗ്രഹ വാതകങ്ങൾ എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നതിനാവശ്യമായ സൂര്യൻ്റെ ഊർജത്തെ ഭൂമിയിൽ നിലനിർത്തുന്നത് ഈ വാതകങ്ങളാണ്. ഈ വാതകങ്ങൾ K2-18b എന്ന ഗ്രഹത്തിൽ വലിയ തോതിലുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ജീവനില്ലാത്ത സൗരയൂഥത്തിലെ മറ്റു പല ഗ്രഹങ്ങളിലും ഇതേ വാതകങ്ങളുണ്ട്. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊരു വാതകത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ഡൈമീഥൈൻ സൾഫൈഡ്. ഭൂമിയിലുള്ള ഫ്ലൈറ്റോപ്ലാന്റൻ പോലുള്ള സമുദ്രത്തിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലമാണ് സൾഫർ ഡൈമീഥൈൻ സൾഫൈഡായി മാറുന്നത്. ഡൈമീഥൈൻ സൾഫൈഡ് രൂപം കൊള്ളുന്നത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. പലതരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളതും ഇതുതന്നെയാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് നടത്തിയ ഈ വലിയ കണ്ടുപിടുത്തമാണ് K2-18b എന്ന ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. നാളിതുവരെ പല ഗ്രഹങ്ങളിലും നമ്മൾ നടത്തിയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊന്നും ജീവൻ്റെ ഇത്ര വലിയ സാധ്യത കണ്ടെത്തുവാൻ സാധിച്ചിട്ടേയില്ല. ഇനിയും പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പഠനങ്ങളിൽ നിന്നുമെല്ലാം അവിടെ ജീവനുണ്ടെന്നും ജീവികൾ ജീവിക്കുന്നുണ്ട് എന്നുമെല്ലാം കണ്ടെത്താൻ സാധിക്കട്ടെ. K2-18b എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹം പുതിയൊരു ഭൂമി തന്നെ ആയിരിക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.